അസ്സലാമലൈക്കും. അൻഷൂസ് വീടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളെ ഷോക്കേസ് കിടക്കണ പൂവൊക്കെ എടുത്തുകൊണ്ട് നമ്മളെ പൂക്കളെയൊക്കെ ഒന്ന് കുളിപ്പിച്ച് നല്ല സുന്ദരി കുട്ടികളാക്കി വെച്ചിരിക്കണം കേട്ടോ. ഈ ഞായറാഴ്ച എങ്ങനെ അതൊക്കെ ഒന്ന് സെറ്റാക്കി വെക്കണം. അപ്പോൾ അതിനുള്ള പുറപ്പാടാണ് കേട്ടോ. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ എന്തായിട്ടെന്ന് അറിയാം, നമ്മളെ ടാങ്ക് ഒന്ന് കേൾക്കണം. അപ്പോൾ ആ ടാങ്ക് ഒന്ന് കേൾക്കാൻ വേണ്ടി നമ്മൾ കയറുകയാണ് കേട്ടോ. അപ്പോൾ നമ്മളെ സനൂന് സ്കൂളില്ല, അപ്പോൾ ഓനെ കൊണ്ട് നമ്മളത് കേൾപ്പിച്ചാണ്. നമ്മൾ ആ ടാങ്കിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മളതിൽ തന്നെ കടന്നുറങ്ങേണ്ടി വരും. അപ്പം അതായത് ഞാൻ സനുവിനെ അതിക്ക് ഇറക്കിക്കാണ് കേട്ടോ. അപ്പോൾ ഓനെ ഞാൻ അതിക്ക് ഇറക്കിയതും കേക്കുകളൊന്നും കാണിച്ചിട്ടില്ല, അഥവാ നമുക്ക് കോപ്പി റൈറ്റ് വന്നാലോ വിചാരിച്ചിട്ടേ. അപ്പോൾ അങ്ങനെ ഓനെ കൊണ്ട് ടാങ്കൊക്കെ കേൾപ്പിച്ചു. പിന്നെ അത് കഴിഞ്ഞ് നമ്മളെ ബ്ലാങ്കറ്റൊക്കെ ഉണ്ട് കേട്ടോ. എടുക്കണ ബ്ലാങ്കറ്റ് ഉണ്ട് ഒരു 3-4. അതൊക്കെ ഒന്ന് തിരുമ്പി എടുക്കണം. അപ്പോൾ നമ്മളെ മെഷീനിൽ പോണതൊക്കെ ഞാൻ അയക്കിടുകയാണ് കേട്ടോ. അപ്പോൾ അത് നമുക്ക് അങ്ങനെ ഇട്ടിട്ട് നമ്മളെന്താട്ടി കുറച്ച് ചോറും കൂട്ടാനും ഉണ്ടാക്കി വെക്കണം. അതിനും വേണ്ടി ഒരുങ്ങാണ് കേട്ടോ. എന്നാൽ പിന്നെ ബാക്കിയുള്ള പണി സമാധാനത്തോടെ എടുക്കുക. അല്ലെങ്കിൽ നമ്മളിങ്ങനെ കരുതും ചോറും കൂട്ടാനായിട്ടില്ലെങ്കിൽ അപ്പോൾ ഇനിയിപ്പോൾ അതുകൂടിയും വെക്കണമല്ലോ, ഇതാണ്ട് ഒരു ഭാഗത്ത് കണ്ടാക്കി വെച്ചാൽ പിന്നെ നമുക്ക് നമ്മളെ പണി ഉണ്ടല്ലോ അങ്ങനെ എടുക്കട്ടോ. അല്ലെങ്കിൽ പിന്നെ ചോറും കൂട്ടാനും വെക്കണമല്ലോ, മക്കളും കൂടി ഉണ്ടാകുമ്പോൾ പ്രത്യേകിച്ച്. അപ്പോൾ നമുക്ക് റേഷൻ പീടിയിൽ നിന്ന് കിട്ടിയ കുറച്ച് നെല്ലുത്തേരി ഉണ്ടായിനല്ലോ, അത് വെച്ചിട്ട് നല്ലൊരു തേങ്ങാച്ചോറാണ് വെച്ചിരിക്കണം കേട്ടോ. ഇതാവുമ്പോൾ ഊറ്റും വേണ്ട ഒന്നും വേണ്ട. അപ്പോൾ അങ്ങനെ വെച്ച് തേങ്ങാച്ചോറും റെഡി ആയിക്കണേ. തേങ്ങാച്ചോറ് ഇപ്പോൾ നിങ്ങൾക്ക് അറിയില്ല, തേങ്ങയും ഉലുവിയൊക്കെ ഇട്ട് ഉള്ളിയൊക്കെ ഇട്ട് കണ്ട് വെക്കുന്നതാണ് തേങ്ങാച്ചോറ്. പിന്നെ കുറച്ച് കോഴി ഉണ്ടായിന്, ആ കോഴി ഇട്ടിട്ട് ഒരു നല്ല തേങ്ങ വറുത്തരച്ച ഒരു ചാറും പിന്നെ പപ്പടം പൊരിച്ചതും അത് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഞാൻ കോഴിയൊക്കെ ഇതാക്കണേ കുക്കറിലിട്ടിക്കണേ. പിന്നെ കുറച്ച് ഞാൻ എടുത്ത് വെച്ചിക്കണം കേട്ടോ, മസാലയൊക്കെ തേച്ചിക്കണേ. നമ്മളെ മിന്നുട്ടിക്ക് പൊരിച്ച മണം പറഞ്ഞിക്കണേ. അപ്പോൾ ഞാൻ ഓക്ക് പൊരിച്ചും കൊടുക്കാം. അത് വൈകുന്നേരം പൊരിച്ചോളൂ കേട്ടോ. ഉച്ചക്കൊക്കെ പിന്നെ നമുക്ക് ഈ കോഴി കൊണ്ട് ചാറ് വെക്കാം. അപ്പോൾ ഈ കോഴിക്ക് മുളകും പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, മല്ലിപ്പൊടി, ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതും പെരിഞ്ചീരകവും കരിയേപ്പും ഉപ്പും ഇട്ടുകാണ്ട് നമ്മൾ കുറച്ച് വെള്ളവും പറഞ്ഞിട്ട് തീമ വെക്കുക. എടാ വെന്തിട്ട് ഇതാക്കണം നമ്മളെ തേങ്ങ. ഞാനത് കൊട്ട തേങ്ങ ഇനി കേട്ടോ, നാളെ ഞാൻ പൊട്ടിച്ചിട്ടില്ല. ഇനി ആ തേങ്ങ ഞാൻ മിക്സിയിലിട്ടുകാണ്ട് നല്ലോണം ഒന്ന് പൊടിച്ചിക്കാണ്ട് വറുത്തതാണ് കേട്ടോ. ഇതിങ്ങനെ വറുത്ത ചാറ്റിനേ പറ്റുള്ളൂ, അല്ലാതെ നമ്മൾ വറുക്കാത്ത ചാറ്റിൽ പറഞ്ഞാൽ അതിനൊരു കാറിയൊരു ചൊയ്യാണ് കേട്ടോ. ഇതാവുമ്പം കുഴപ്പമൊന്നുമില്ല കേട്ടോ. വറുത്ത് കാണ്ട് നമ്മൾ അരച്ച് കാണ്ട് ചാറ്റൊക്കെ പറഞ്ഞാൽ ഒരു കറിച്ചോയെ ഒന്നും ഉണ്ടാവില്ല കേട്ടോ. അതിനും വേണ്ടി നമ്മൾ അങ്ങനെയാണ് ഇന്നിപ്പോൾ നമ്മൾ തേങ്ങ അരച്ച് വെച്ച കോഴിച്ചാറ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത്. അങ്ങനെ ഉള്ളിയും കരിയേപ്പൊക്കെ തൂമിച്ചിട്ട് ഞാൻ ഇതാക്കണേ നമ്മളെ തേങ്ങ അരച്ചത് പറന്ന് കൊടുക്കണം കേട്ടോ. അപ്പോൾ തേങ്ങ നല്ല കട്ടിയിലായിട്ട് നമ്മളെ ചട്ടിക്ക് എത്ര പറന്നിട്ടും പാരാൻ വയ്ക്കല്ല. അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം പാർന്ന് ലൂസാക്കിയിട്ടാണ് പാർന്നിക്കണം കേട്ടോ. അപ്പോൾ ഇതാണ് പാർന്നിട്ട് എന്താ മണം എന്നറിയാം. അപ്പോൾ നമ്മൾ ഈ തേങ്ങ വറുക്കുമ്പോൾ ഒരു കണ്ടം ഒരു ഏലക്കായി, പട്ടൻ്റെ ഒരു കഷ്ണം, പിന്നെ 2 കറാമ്പൂവൊക്കെ ഇട്ടിട്ട് നമ്മൾ നല്ലോണം ഒന്ന് വറുത്ത് കുറച്ച് മുളകും പൊടിയോ മഞ്ഞൾപ്പൊടിയും ഒക്കെ ഇട്ടിട്ട് വറുത്ത് കണ്ട് അരച്ചാൽ എന്താ ഈ ചാറ്റിൻ്റെ ഒരു മണം എന്നറിയാം. ഉള്ളിയും തക്കാളി വാട്ടേണ്ടെന്ന് ഒരാവശ്യമല്ല. പത്തിരിക്കാണെങ്കിലും തേങ്ങാച്ചോറ്റക്കാണെങ്കിലും നൂൽപുട്ടാണെങ്കിലും പത്തിരി ആണെങ്കിലും, പത്തിരി പിന്നെയും പറഞ്ഞു, എന്തൊക്കെയാണെങ്കിലും ഈ ചാറ് സൂപ്പറാണ് കേട്ടോ. ഇനി നോൽമ്പൊക്കെയല്ലേ വരുന്നത്, ഇങ്ങനെയൊക്കെ ഒരു ചാറ് ഉണ്ടാക്കി വെക്കുന്നയാളെ ഒരിക്കലും മടുക്കൂല ഈ ചാറ് കേട്ടോ. നല്ല പണിയില്ല. അല്ലെങ്കിൽ ഉള്ളിയും തക്കാളിയും വാട്ടുക ഒന്നും വേണ്ട. ഉള്ളിയും തക്കാളിയൊക്കെ അരിഞ്ഞിട്ടാൽ മതി. തക്കാളിയും വേണ്ട, ഉള്ളി വേണ്ട, തക്കാളി വേണം കേട്ടോ. അങ്ങനെ എളുപ്പത്തിലൊരു കോഴിച്ചാറാണ്. ഇന്നാലോ പണി എളുപ്പം, കൂട്ടാനാണെങ്കിലോ നല്ല ചാതും ഉണ്ടാവും കേട്ടോ. അപ്പം ഇനി നോലുമ്പൊക്കെയാണ് എല്ലാവരും ഉണ്ടാക്കി വെക്കണ്ടേ. നമുക്ക് പണിയല്ല കുറവാണ്ടത് നോലുമ്പിന്. അങ്ങനെ ചോറും കൂട്ടാനും ആക്കി പപ്പടവും പൊരിച്ച് നമ്മൾ ഇതാക്കണം. നാളെ നമ്മൾ മറ്റേ റൂം എടുത്ത് ഇന്ന് നമ്മൾ ഈ റൂമും കൂടി ഒന്ന് എടുക്കാൻ കേട്ടോ. അപ്പോൾ ഇന്നലെ പിന്നെ നനച്ചുള്ളിൻ്റെ വീഡിയോസൊന്നും ഇട്ടിട്ടില്ല. അപ്പോൾ അങ്ങനെ ഇതാക്കണേ. അപ്പോൾ എന്നിപ്പോൾ ഒരു കമൻ്റ് ഉണ്ടായി കേട്ടോ, എത്താ ഈ നനച്ചുളി എന്ന് പറഞ്ഞാൽ പണ്ട് കാലം മുതലേ നമ്മൾ കേട്ടറിഞ്ഞൊരിതാണ് നനച്ചുളി എന്ന്. ഈ നനച്ചുളി എന്താണെന്ന് വെച്ചാൽ നമ്മളെ പെരയിലില്ല എന്തെല്ലാം സാധനമുണ്ട്, നമ്മൾ ഉപയോഗിച്ചുള്ളതും ഉപയോഗിച്ചാത്തതും എല്ലതും എടുത്ത് കാണ്ട് മോറണം. ഒക്കെ കഴിഞ്ഞ് നമ്മൾ എല്ലതും മോറി കഴിഞ്ഞിട്ട് നമ്മൾ ലാസ്റ്റത്തെ ദിവസം കുളിച്ചാണ് കയറുക തന്നെ. നമ്മളെ നോൻപ് ഒരുക്കാനാണ് എന്നൊക്കെയാണ് മനസ്സിലാണ് കരുതിയിട്ട്. ഇങ്ങനെയാണ് എൻ്റെ ഒരു നിഗമനം. ഇനിയിപ്പോൾ വെച്ചറിയില്ല കേട്ടോ. ഇനി ആർക്കെങ്കിലുമൊക്കെ അഭിപ്രായ വ്യത്യാസം ഉണ്ട് വെച്ചെങ്കിൽ അങ്ങനെയല്ല വെച്ചെങ്കിൽ
ഒന്ന് തിരുത്തേണ്ടിട്ടോ. എനിക്കിങ്ങനെയാണ് തോന്നിയത്, അതാണ് ഞാൻ പറഞ്ഞത്. അപ്പം തെറ്റുണ്ടെങ്കിൽ തിരുത്തി തരാം. ഇനി ഇങ്ങനെയല്ല എന്ന് പറഞ്ഞാൽ അറിയുന്നവർക്ക് പറഞ്ഞും തരാം കേട്ടോ. അപ്പം അങ്ങനെ ഏതായാലും നമ്മൾ ജനവാതിലൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കിയിട്ടു. പിന്നെ നമ്മൾ ഈ കട്ടിലുണ്ടല്ലോ അതും കൂടി ഒന്ന് വൃത്തിയാക്കിയാണ് കേട്ടോ. അപ്പോൾ ഇന്നലെ അല്ല മിഞ്ഞാന്ന് ഞാൻ പറഞ്ഞിനി ഓരോ അകത്ത് അതിൽ പെട്ടെന്ന് കജ്ജുന്നില്ലേ. ഇനി നമുക്ക് അധികം പണികളൊന്നുമില്ല കേട്ടോ. ഇനി നമ്മളെ മുന്നത്തെ ഒരു വാതിലും അടുക്കളൻ്റെ ഒരു വാതിലും പിന്നെ ഇപ്പം എന്താ മേലത്തെ ഒരു വാതിലും പിന്നെ നമ്മളെ കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ട് ചില്ലിൻ്റെ, അതൊക്കെ ഒന്ന് മോറണം. പിന്നെ ഇപ്പം എത്തല്ലത് നമ്മളിപ്പോൾ പുറക്കണ പുറപ്പുണ്ട്, തലക്കണിയറുണ്ട്, പിന്നെ ടേബിളുണ്ട്, കസാല ഉണ്ട്, ഒക്കെ ഉണ്ട്. എണ്ണി പൊറുക്കി പറയുമ്പോൾ ഇനിയും ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. അപ്പോൾ അത് ഏതായാലും ഇൻഷാ അല്ലാ നാളെ കജ്ജുന്നാണ് വിചാരിച്ചത്. അപ്പോൾ നമുക്ക് നാളെയും കൂടി നോക്കാം. ഇനിയിപ്പോൾ ശനിയാഴ്ചയാണോ ഞായറാഴ്ചയാണോ നോൻപ് എന്നൊന്നും അറിയില്ല. എന്നാ നോൻപ് വെച്ചാൽ അന്ന് വരെ നമുക്ക് അവിടെ ഇവിടെയൊക്കെ തൊട്ടും നനഞ്ഞൊക്കെ ആയിട്ട് എന്തെങ്കിലുമൊക്കെ ഓരോ പണികളുണ്ടാവും. നോൻപ് കഴിഞ്ഞാലും ഉണ്ടാവും പണികൾ. അപ്പം അങ്ങനെ ഏതായാലും നമ്മൾ അതും കൂടി തുടച്ച് വൃത്തിയാക്കിയിട്ടിട്ട് പിന്നെ ഇതാക്കണം. ഈ പടിയൊക്കെ ഇപ്പോൾ എവിടെയെങ്കിലും കാണാണ്ടെന്നെയാളെ ഇല്ലല്ലോ, എവിടെയും കാണാണ്ടാവില്ല. നമ്മളവിടെ കാണും കേട്ടോ. ഇതൊന്നും കൊണ്ടുപോയി കളയാൻ തോന്നൂല തന്നെയാളെ, പണ്ടത്തെ സാധനങ്ങളാണ്. അപ്പോൾ ഇതും തന്നെ ഞാൻ പാർവത്തിൻ്റെ ഇട്ട് കണ്ട് തന്നെയാണ് ഞാൻ മോറുന്നത് കേട്ടോ. അപ്പം ഞാൻ ആദ്യം ഒന്ന് വെള്ളമൊക്കെ ഒന്ന് നനച്ചിട്ടുണ്ട് നമുക്ക് ഉരച്ചെടുത്താൽ വേഗം ചളിയൊക്കെ ഒന്ന് പോയി കിട്ടിക്കോളും. അപ്പോൾ ഞാൻ നല്ലോണം ഒന്ന് ഉരക്കണുണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പോൾ ആരും കമ്പിച്ചണ്ടിയാണ് ഇപ്പോൾ എല്ലാവരും ഉപയോഗിക്കുക. ഇപ്പോൾ ആരും പാറവത്തിൻ്റെ ഇലയൊന്നും ഉപയോഗിച്ചില്ല. അപ്പോൾ ഞാൻ ആ പാറവത്തിൻ്റെ ഇല കണ്ടപ്പോൾ ഇങ്ങനെ എടുത്തുകാണ്ട് മോറാന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ നല്ല കളർ കിട്ടും. ഇപ്പോൾ കമ്പിച്ചണ്ടി, ഇപ്പോൾ ആദ്യത്തെ പാറവത്തിൻ്റെ ഇലയാണ് ഇപ്പോഴത്തെ കമ്പിച്ചണ്ടി. ഇപ്പോൾ കമ്പിച്ചണ്ടി ഇല്ലാഞ്ഞാൽ ആർക്കും പറ്റില്ല. ആ കമ്പിച്ചണ്ടി ഇട്ട് മോറണം, എന്നെങ്കിലേ എല്ലാവർക്കും ഒരു തൃപ്തി ആവുള്ളൂ. അപ്പോൾ ഞാൻ കമ്പിച്ചണ്ടി ഉപയോഗിച്ചില്ല, പാറവത്തിൻ്റെ ഇല ഉണ്ടായപ്പോൾ പിന്നെ ഞാൻ പാറവത്തിൻ്റെ ഇല കൊണ്ടാണ്ട് ഉരക്കാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ നമ്മളെ സാധനട്ടം വന്നുകാണ്ട് ഇങ്ങനെ അത്ഭുതത്തോടെ കൂടി നോക്കുക, എത്തോണ്ടാ മങ്ങൾ ഈ ഉരക്കണത് ചോദിച്ചു. ഞാൻ പറഞ്ഞത് പാറവത്തിൻ്റെ ഇലയാണ് കുട്ടിയാണ്. അപ്പോൾ അതെന്തൊരു ഇല അയച്ചു. ഞാൻ പറഞ്ഞു പണ്ടുള്ള ആൾക്കാർ ഉമ്മമാരൊക്കെ ഇതിനോണ്ടാണ് ഇങ്ങനത്തെ വാതിലും കട്ടിലും ഒക്കെ ഉരച്ചീനിയത്. അപ്പം മെച്ചിയെ കണ്ടപ്പോൾ ഒന്നിങ്ങനെ ഉരച്ച് വെക്കുകയാണ് എന്ന് പറഞ്ഞ്. അപ്പം ഞാന്ന് പണിയെടുത്തപ്പം ഓല്ല ഇനിയല്ലോ. അപ്പോൾ ഇപ്പോൾ കണ്ടപ്പോൾ ഓന് ഭയങ്കര ഒരു അതിശയം കേട്ടോ. എന്താ പഞ്ചമ്മ ഈ ഇലകൊണ്ടൊക്കെ മോറിന് ഓൻ ചോദിച്ചിട്ട് നിങ്ങൾക്ക് കമ്പിച്ചണ്ടി എടുത്തുകൂടെ ഇനി ഓൻ. അപ്പം ഞാനിങ്ങനെ കേൾക്കണുണ്ടപ്പം ഓന് നല്ല തെറുപ്പതിട്ട്. അപ്പോൾ ഓനൊന്ന് ഉരച്ച് വെക്കാണ്. അപ്പോൾ അത് ഉരച്ചിക്കാണ്ട് അറിയാം ഉമ്മ പറ്റൂല കജ്ജ് ചോറി കജ്ജിനൊരു കുത്തലുണ്ട് കാരണം. ഞാൻ പറഞ്ഞേ ഉമ്മാനൊട്ടിയതിനപ്പോൾ ഉരക്കാൻ നിൽക്കുന്നത്. അങ്ങനെ ഓനെ അവിടെ ഇട്ടിക്കാണ്ട് സാമ്പിൾ നോക്കിക്കാണ്ട് ഓന് കുത്താന്ന് പറഞ്ഞുകാണ്ട് ഓനതവിടെ വെച്ചിക്കാണ്ട് ഓന് പോയിട്ടോ. പിന്നെ നമ്മളവിടെ അല്ലേ വെള്ളമൊക്കെ ഒന്ന് തുടച്ചെടുത്ത് പിന്നെ നമ്മളെ മെഷീനിൽ കൊള്ളാത്തൊരു ബ്ലാങ്കറ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അത് നമ്മളൊരു ബിരിയാണി ചെമ്പുണ്ട് അതിലിട്ടുകാണ്ട് താത്തി വെച്ചിക്കണേ. എന്നിട്ട് പിന്നെ ഞാനും സനുട്ടനും ഉണ്ടല്ലോ അതിൽ കുറച്ച് നേരം ഡാൻസൊക്കെ കളിച്ച് അതിലത്തെ ചളിയൊക്കെ കളഞ്ഞൊരു 2-3-4 വട്ടം നമ്മളിങ്ങനെ ചാടി കേൾക്കും കേട്ടോ. എന്നിട്ട് പിന്നെ നമ്മളെന്താട്ടും അത് തിരിച്ചും മറിച്ചിട്ടൊക്കെ അങ്ങനെ ചാടും. അപ്പോൾ അതിൽ കുറേ നേരം ഡാൻസൊക്കെ കളിച്ച് ഞങ്ങൾ മാറി മാറി ഡാൻസ് കളിച്ചിരിക്കുന്നു കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഞാനിങ്ങനെ ചവിട്ടുന്നതാണ് കാണിച്ചിരുന്നത്. ഡാൻസ് കളിച്ചണമൊന്നും ഇപ്പോൾ ഇതിലിടാൻ പറ്റൂലല്ലോ. അപ്പം അങ്ങനെ ഞങ്ങൾ ഇതാക്കണം. ഭരതനാട്യം കളിച്ചണ മാതിരി ഉണ്ടല്ലേ. ഇത് ഒരു പാത്രത്തിലൊക്കെ ഇങ്ങനെ കളിച്ചൂലേ കാട്ടിക്കാണ്ട് അതേപോലെ ഉണ്ടല്ലേ നമ്മൾ കാട്ടണ കണ്ടിട്ട്. നിങ്ങൾക്ക് തോന്നിയോ പണ്ട് സ്കൂളൊക്കെ പഠിച്ചിരുന്ന കാലത്ത് നമ്മളെ സ്കൂളത്തെ കുട്ടികൾ അങ്ങനെ ഒരു പാത്രത്തിലൊക്കെ ഇങ്ങനെ കയറി ഇങ്ങനെ കളിച്ചിരുന്നതാണ് ചോറും വരിക. അപ്പം അങ്ങനെ നമ്മളും കുറച്ച് ഭരതനാട്യമോ കുച്ചിപ്പുടി എന്തൊക്കെ കളിച്ചിക്കാണ്ട് ഞാൻ നമ്മളെ സ്റ്റൂളുമ്മ കയറ്റി വെച്ചിക്കണം കേട്ടോ. നമ്മളെ ബ്ലാങ്കറ്റ് നല്ല സുന്ദരി കുട്ടിയായിക്കണം. ഇപ്പോൾ വെളുത്ത് നല്ല സുന്ദരി കുട്ടിയായി. അപ്പം അങ്ങനെ ഇതാക്കണേ അതൊക്കെ വെള്ളം ചോർന്നിട്ട് ഇനി കൊണ്ടുപോയിടണം. പിന്നെ അലമാര അതും കൂടി ഒന്ന് നമുക്ക് നനച്ച് തുടക്കുകയാണ് കേട്ടോ. അലമാരൻ്റെ ചില്ല് പിന്നെ നനച്ച് തുടച്ചതിന് ശേഷം നമുക്ക് പേപ്പർ ഇട്ടുകാണ്ട് ഒന്ന് തുടച്ചാൽ നല്ല ക്ലിയർ ആയിക്കാരം കേട്ടോ. നമ്മളെ മുഖമൊക്കെ അങ്ങനെ വെട്ടി തുടങ്ങും. ഏത് ഇവിടെ നിന്ന് നോക്കിയാലും സുന്ദര മുഖയിക്കാരം. അപ്പോൾ ഞാൻ അതൊന്ന് ഉണങ്ങട്ടെ, എന്നിട്ട് വേണം പേപ്പർ കൊണ്ട് ഒന്ന് തുടക്കാൻ. പിന്നെ നമ്മളെ വാതിലുണ്ടല്ലോ ഇനി ആ വാതിലും കൂടി ഒന്ന് തുടച്ച് വൃത്തിയാക്കി ഇടണം.
പിന്നെ റാക്കുകളൊക്കെ നമ്മൾ തട്ടിക്കൊട്ടി ഒക്കെ സെറ്റാക്കി വെച്ചിക്കണം കേട്ടോ. കുറച്ച് ദിവസം തിരക്കേടുണ്ടാവില്ല. പിന്നെ കാണാം ഈ റാക്ക് നിറച്ചും എന്തെങ്കിലുമൊക്കെ ഒരു സാധനങ്ങൾ. അത് എവിടുന്നാണ് വരുന്നതെന്ന് ഇപ്പോൾ നമുക്ക് പറയാൻ കൂടിയാടില്ല കേട്ടോ. എവിടെ വെച്ചാലും കാണാം. പിന്നെ ഈ റാക്ക് ഇങ്ങോട്ട് എന്തൊക്കെയോ സാധനങ്ങൾ കൊണ്ടാണ്ട് നിറയണേ. പിന്നെ ഇതാക്കണേ നമ്മളെ മക്കളെ പണിയാണിത്. ബാതിന്മേലൊക്കെ സ്റ്റിക്കർ ഒട്ടിച്ച ഈ ടൈം പേര് ചെയ്ത് അപ്പോൾ ഒന്ന് നനച്ചിട്ട് പറിച്ചാൽ വേഗം പോരുമല്ലോ എഴുതിയിട്ട് ഒന്ന് നനച്ചു കൊടുത്തേക്കണം കേട്ടോ. എന്നിട്ട് പിന്നെ കജ്ജായിട്ടൊന്ന് നമുക്ക് ഇങ്ങനെ മാറ്റി പൊളിച്ച് എടുത്താൽ മതി. അപ്പോൾ അതൊന്ന് പൊതിരട്ടെ, എന്നിട്ട് എടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ വാതിലൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കിയിട്ടു. പിന്നെ ഇതാക്കണേ ഞാൻ ചില്ല് നമ്മളെ അതൊരു പേപ്പർ വെച്ചിട്ട് നല്ലോണം ഒന്ന് തുടച്ച് വൃത്തിയാക്കിയിട്ട് നല്ല ക്ലിയർ ആയില്ലേ. അപ്പോൾ കണ്ടില്ലേ അതിന്മേൽ വരയൊക്കെ വീണുകണ് കേട്ടോ ചില്ലുമ്മലൊക്കെ. ആ മക്കളെ പണിയാണ്. എപ്പോഴാണ് അതൊക്കെ കാട്ടിക്കൂട്ടണമെന്ന് നമുക്ക് പറയാൻ കൂടിയാടില്ല ഇയാളെ. നമ്മൾ ഒരു കണ്ണ് തെറ്റിയാൽ കാട്ടിക്കൂട്ടണതാണത്. ഇപ്പം നമ്മൾ പെയിൻ്റൊക്കെ അടിച്ചിക്കണ ഇനി ചളിയാക്കരുത് എന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിക്കണേ. എന്താവുമെന്ന് പഠിച്ചവരാനെ അറിയുള്ളൂ. ഞാൻ പറഞ്ഞിരിക്കണേ ചളിയാക്കി കഴിഞ്ഞാൽ കജിൻ്റെ പടത്തിനും ചേർത്തും കിട്ടും പറഞ്ഞേ. അപ്പോൾ അതൊക്കെ ബ്ലാങ്കറ്റൊക്കെ തിരുമ്പി തോരട്ടിക്കണം കേട്ടോ.